ക്ലാര എന്ന് പറയുന്ന ലേഡിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ക്ലാര ഒരു അനാഥയാണ്. ഇപ്പോൾ പുള്ളിക്കാരി ആയയായിട്ട് ജോലി ചെയ്യുന്നതിന് ഒരു വീട്ടിൽ ഇന്റർവ്യൂവിന് പോവുകയാണ്. നമ്മുടെ ക്ലാരയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? പുള്ളിക്കാരിയുടെ പേര് അന എന്നാണ്. സോ ഈ അനയുടെ വീട്ടിലേക്കുള്ള ജോലിക്കാണ് നമ്മുടെ ക്ലാര ശ്രമിക്കുന്നത്. അന ഓൾറെഡി ഒരു സ്ത്രീക്ക് ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ലാരയോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അന ക്ലാരയെ ഇന്റർവ്യൂ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ക്ലാരയ്ക്ക് ഈ ആയ ജോലിയിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ പുള്ളിക്കാരി കഴിഞ്ഞ 7 വർഷമായിട്ട് പുള്ളിക്കാരിയുടെ അമ്മൂമ്മയെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ മരിച്ചുപോയി. അതോടെ ക്ലാരയ്ക്ക് ആകെയുണ്ടായിരുന്ന ബന്ധവും ഇല്ലാതായി. അങ്ങനെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലി നോക്കുന്നത് എന്ന് ക്ലാര അനയോട് പറയുന്നു. സോറി, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ജോലിക്കെടുക്കാൻ സാധിക്കില്ല. എനിക്ക് ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആയയെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് സെലക്ട് ചെയ്യാനാവില്ല എന്ന് അന ക്ലാരയോട് പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് അനയ്ക്ക് വയറുവേദന വരുന്നു. അവൾക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ക്ലാര എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനയ്ക്ക് മസാജൊക്കെ ചെയ്ത് അവളെ കംഫർട്ടബിൾ ആക്കുന്നു. അതോടെ അവൾക്ക് വേദനയും കുറയുന്നു. അതോടെ അനയ്ക്ക് ക്ലാരയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. ഉടനെ തന്നെ അവളെ ജോലിയിൽ നിയമിക്കുകയും ചെയ്യുന്നു. ശേഷം അവൾ ക്ലാരയെ വീട് മുഴുവൻ ചുറ്റിക്കാണിക്കുന്നു. എന്നിട്ട് അവളോട് പറയും, നിങ്ങൾ ഇവിടെ തന്നെ വന്ന് താമസിച്ചോളൂ. എന്റെ കുഞ്ഞ് ജനിക്കുന്നതുവരെ എനിക്കൊരു കൂട്ടാവുമല്ലോ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം. അങ്ങനെ ക്ലാര നേരെ അവൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് നേരെ അനയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ആകെ പൊടി പിടിച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ക്ലാര ഉടനെ തന്നെ അതെല്ലാം ക്ലീനാക്കുന്നു. അതിനിടയിൽ അവൾക്ക് ഒരു ഗൺ കിട്ടുന്നു. പക്ഷെ അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ അവൾ അത് മാറ്റിവെച്ചിട്ട് ആ വീട് മുഴുവൻ ഭംഗിയായി വൃത്തിയാക്കുന്നു. അടുത്ത ദിവസം ക്ലാരയും അനയും കൂടി ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നു. സ്കാനൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ അനയോട് പറയും, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്. കുറച്ച് വെയിറ്റ് അധികമാണിപ്പോ, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. അതൊന്നും നിങ്ങളുടെ ഹെൽത്തിനെയോ കുഞ്ഞിന്റെ ഹെൽത്തിനെയോ ബാധിക്കുകയില്ല എന്നും പറഞ്ഞ് അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ക്ലാര ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് റൂമൊക്കെ പെയിന്റ് അടിച്ച് ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുകയാണ്. ആ സമയത്ത് അനയുടെ മുറിയിൽ നിന്നും പാട്ട് കേൾക്കുന്നു. ഇതെന്താ ഈ സമയത്ത് ഒരു പാട്ട് എന്നും പറഞ്ഞിട്ട് ക്ലാര മുറിയിലേക്ക് ചെല്ലുന്നു. ചെന്ന് നോക്കിയപ്പോഴോ നമ്മുടെ അന ബിയറൊക്കെ അടിച്ച് ഡാൻസ് കളിക്കുകയാണ്. അത് കണ്ട ക്ലാര, ദേ എന്തോന്ന് ഇത് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്? വയറിൽ കുഞ്ഞല്ലേ ഉള്ളത്, അവനെന്തെങ്കിലും പറ്റില്ലേ എന്ന് അനയോട് പറയുന്നു. അതിന് അന പറയും, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാണ്, നീയും കുടിച്ചോ എന്നും പറഞ്ഞിട്ട് ക്ലാരയ്ക്കും ബിയർ നൽകുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അടിച്ച് കുടിച്ച് മതിച്ചിരിക്കുകയാണ്. അങ്ങനെ കിക്കായ അന അവളുടെ പഴയകാല ജീവിതത്തെപ്പറ്റി ക്ലാരയോട് പറയുന്നു. ഒരു വലിയ പണക്കാരന്റെ കൂടെയാണ് എന്റെ വീട്ടുകാരെ എന്റെ കല്യാണം തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് ആ ഊളയെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ഞാൻ കണ്ടുപിടിച്ചു. അവനുമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ പ്രഗ്നന്റുമായി. അപ്പൊ എന്റെ വീട്ടുകാരെന്ത് പറഞ്ഞു എന്നറിയോ? കണ്ട തെരുവ് നായക്കൊന്നും ഉണ്ടായ ഒരു സാധനത്തിനെ ഞങ്ങളുടെ കൊച്ചുമോനായിട്ട് വളർത്താൻ പറ്റില്ല. അതിനെ അബോർട്ട് ചെയ്ത് വന്നാൽ നിനക്ക് ഈ വീട്ടിൽ കയറാം, ഇല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വേണമെന്ന് തോന്നി. ഞാൻ ആ വീട് വിട്ടിറങ്ങി എന്നിങ്ങനെ ആ കരളലിയിപ്പിക്കുന്ന കഥനകഥ അന ക്ലാരയോട് പറയുന്നു. ഒരുമിച്ച് വെള്ളടിക്കുന്നവർ ഭയങ്കര കമ്പനിയാവെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ക്ലാരയും അനയും ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നു. കണ്ട, പുള്ളിക്കാരിയുടെ മടിയിൽ വരെ കയറിയിരുന്നു തുടങ്ങി. അമ്മാതിരി ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റൊരു തലം നമുക്ക് കുറച്ച് കഴിയുമ്പം കാണാം കേട്ടോ. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ക്ലാരയും അനയും ചെക്കപ്പിന് പോകുന്നു. അപ്പോൾ ബിപിയും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ അവളോട് ഇനി മുതൽ നോൺ വെജ് കഴിക്കരുതെന്നും പൂർണ്ണമായും വെജ് മാത്രമേ കഴിക്കാവൂ എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തിയ ക്ലാര ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന എല്ലാ നോൺ വെജും എടുത്ത് പുറത്തു കളഞ്ഞിട്ട് അതിലേക്ക് പച്ചക്കറികൾ നിറയ്ക്കുന്നു. മാത്രവുമല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് പേരിടണമെന്നൊക്കെ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി നമ്മുടെ ക്ലാര ഒരു ക്ലബിൽ പോയിരുന്ന് ഒറ്റയ്ക്ക് വെള്ളമടിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നു. അവൾ ക്ലാരയുടെ അടുത്ത് വന്നിരിക്കുന്നു. എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു പാർട്ടി നടത്തുന്നുണ്ട്. നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു എന്ന് ആ സ്ത്രീ ലാസ്യഭാവത്തിൽ ക്ലാരയോട് പറയുന്നു. എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ അന്തമാതിരി പൊമ്പിള കിടയാത് എന്ന് ക്ലാര ആ സ്ത്രീയോട് പറയുന്നു. ഉടനെ തന്നെ പുള്ളിക്കാരി, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ എന്നും പറഞ്ഞ് ടിഷ്യൂ പേപ്പറിൽ അവളുടെ പേരും നമ്പറും എഴുതി ഒരു ഉമ്മയും വെച്ച് ക്ലാരയ്ക്ക് നൽകുന്നു. ക്ലബിൽ നിന്നും വീട്ടിലേക്ക് വന്ന ക്ലാര ക്ഷീണം കാരണം ഉറങ്ങിപ്പോകുന്നു. ആ സമയത്ത് പെട്ടെന്ന് അടുക്കളയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. ഇതെന്താപ്പാന്ന് കരുതിയിട്ട് അവള് വേഗം അടുക്കളയിലേക്ക് ചെല്ലുന്നു. അവിടെ നോക്കുമ്പോഴോ നട്ടപ്പാതിരക്ക് അന ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന നോൺ വെജ് തിരയുകയാണ്. ക്ലാര വേഗം ചെന്ന് അനയെ പിടിച്ചു മാറ്റി എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പോ അനയാവട്ടെ കാമവെറിയോടുകൂടി ക്ലാരയുടെ ചുണ്ടിലേക്ക് ചുംബിക്കുന്നു. ക്ലാരയ്ക്കും അവളോട് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് അന ക്ലാരയുടെ ചുണ്ടിന്റെ ഒരു ഭാഗം കടിച്ച് പറിച്ചെടുക്കുന്നു. ക്ലാരയ്ക്ക് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല.
അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ക്ലാരയ്ക്കുണ്ടായത്. ഇന്നലെ രാത്രി നടന്ന ഒരു കാര്യവും അനയ്ക്ക് ഓർമ്മ പോലുമില്ല. അവൾ എന്നത്തെയും പോലെ തന്നെ ക്ലാരയോട് ബിഹേവ് ചെയ്യുന്നു. ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനെ ജോയൽ എന്ന് പേരിടണമെന്നൊക്കെ അവൾ ക്ലാരയോട് പറയുന്നു. ക്ലാരയാവട്ടെ ഇതൊക്കെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം ബോധ്യമാവുന്നത്. നമ്മുടെ അനയ്ക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖമുണ്ട്, നമ്മുടെ സ്വപ്നലോകത്തെ ബാലഭാസ്കരനെ പോലെ. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് ഓർമ്മയില്ലാത്തത് എന്ന് ക്ലാര വിശ്വസിക്കുന്നു. അങ്ങനെ ക്ലാര എന്ത് ചെയ്തു എന്നറിയോ? ഇങ്ങനെ അന രാത്രി എഴുന്നേറ്റ് നടക്കുന്ന തീയതികളെല്ലാം കലണ്ടറിൽ കൃത്യമായി നോട്ട് ചെയ്തു. അത് നോക്കിയപ്പോഴാണ് ക്ലാരയ്ക്ക് ഒരു കാര്യം ബോധ്യമാവുന്നത്. അന പൗർണമി ദിവസങ്ങളിൽ മാത്രമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അനയ്ക്കും പൗർണമിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് ക്ലാര ചിന്തിക്കുന്നു. ഇതേസമയം ഉറങ്ങുകയായിരുന്ന അന പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി വിറച്ചെഴുന്നേൽക്കുന്നു. ശബ്ദം കേട്ട് ക്ലാര അനയുടെ മുറിയിലേക്ക് പോകുന്നു. പേടിച്ചു വിറച്ചിരിക്കുന്ന അവളെ ക്ലാര സമാധാനപ്പെടുത്തുന്നു. അതിനെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധം മറ്റൊരു രീതിയിലേക്ക് വളരുന്നു. അവർ പരസ്പരം ശരീരം പങ്കുവയ്ക്കുന്നെന്നോ റൊമാൻസ് ചെയ്യുന്നെന്നോ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് വിചാരിക്കാം. ആ സീനുകളൊന്നും ഞാനിവിടെ ചേർക്കാൻ പറ്റില്ല, കുട്ടികളൊക്കെ കാണുന്നതല്ലേ. പ്രായപൂർത്തിയായവർ സിനിമ ഡൗൺലോഡ് ചെയ്ത് ആ സീനൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ടയേർഡായി കിടന്നുറങ്ങുകയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അന വീണ്ടും കണ്ണു തുറക്കുന്നു. അവളുടെ കണ്ണുകളുടെ നിറം മാറിയിരിക്കുന്നു. അവൾ വീണ്ടും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അന നടന്ന് ആ അപ്പാർട്ട്മെന്റിന് വെളിയിലേക്ക് പോകുന്നു. ഇതെന്താണ് സംഭവമെന്നറിയുന്നതിനു വേണ്ടി ക്ലാരയും അവളെ പിന്തുടരുന്നു. പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇന്നും പൗർണമിയാണെന്ന് ക്ലാരയ്ക്ക് മനസ്സിലാവുന്നത്. അന ഏറെ നേരം ആ നിലാവെളിച്ചത്തിലൂടെ മുന്നോട്ട് നടന്നു. അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതിലൂടെ ഒരു പൂച്ച നടന്നു പോകുന്നുണ്ടായിരുന്നു. അന വേഗം തന്നെ അതിനെ എടുത്ത് ജീവനോടെ അതിനെ കടിച്ചു പറിച്ചു ഭക്ഷിക്കുന്നു. ഇത് കണ്ടുനിന്ന ക്ലാരയ്ക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നിപ്പോയി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ അവൾ സ്തബ്ധയായി നിന്നുപോയി. ദേവടാ, ഇവക്ക് വേറെന്തോ വലിയ അസുഖാണ് എന്നും ചിന്തിച്ച് ക്ലാര ഷോക്കടിച്ചതുപോലെ നിന്നു. അങ്ങനെ അന ആ പൂച്ചയെ കറുമുറ കടിച്ചു തിന്നതിന് ശേഷം ക്ലാര അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ നായികയ്ക്ക് തലേ ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവൾ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ക്ലാരയ്ക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന്. ഉടനെ തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനയ്ക്ക് കൊടുക്കാൻ തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൽ തന്റെ കൈ മുറിച്ച് പച്ച രക്തം അതിലേക്ക് ചേർക്കുന്നു. പൗർണമിയുടെ അവസാന പാദമാണ് ഇന്ന്. ഇന്ന് രാത്രി നായിക എഴുന്നേറ്റ് നടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ക്ലാര ഇങ്ങനെ ചെയ്യുന്നത്. പച്ച രക്തമൊഴിച്ച ആ ഫുഡ് അന ഭയങ്കര ടേസ്റ്റോടുകൂടി കഴിക്കുന്നു. ഇതുവരെ ഇത്രയും രുചിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ആർത്തിയോടെ അത് ഭക്ഷിക്കുന്നു. അതിനുശേഷം ക്ലാര അവളോട് ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളും അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സംഭവങ്ങളും എല്ലാം അവളോട് തുറന്നു പറയുന്നു. ഇന്നും പൗർണമി തീർന്നിട്ടില്ല, അതിന്റെ അവസാന പാദമാണ് ഇന്ന്. പക്ഷെ അത് വളരെ നേരത്തെ തന്നെ അവസാനിക്കും. നിന്റെ അസുഖം എന്താണെന്ന് എനിക്കും അറിയില്ല. ഉറക്കത്തിൽ നടക്കുന്നത് മാത്രമാണ് നിന്റെ അസുഖമെങ്കിൽ ഇന്ന് രാത്രിയും നീ എഴുന്നേറ്റ് നടക്കും. അതല്ല മറ്റെന്തെങ്കിലും അസുഖമാണ് നിന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നീ ഇന്ന് എഴുന്നേറ്റ് നടക്കില്ല. അതെന്തു തന്നെ ആയാലും ഇന്ന് നമ്മൾ കണ്ടുപിടിക്കും എന്ന് ക്ലാര അന്നയോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അന ഉറങ്ങാൻ കിടക്കുന്നു. ക്ലാരയാവട്ടെ ആ കട്ടിലിന് ചുറ്റും വെള്ള നിറത്തിലുള്ള പൊടി വിതറുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി എങ്ങാനും താൻ ഉറങ്ങിപ്പോയാലും അന എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാല് അടയാളം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും അന ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി അവൾ എഴുന്നേറ്റ് നടന്നിരുന്നില്ല. അങ്ങനെ ക്ലാരയ്ക്ക് ഒരു കാര്യം ബോധ്യമാവുന്നു. നമ്മുടെ അനയ്ക്ക് പൗർണമി ദിവസം മാത്രമാണ് രക്തദാഹം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ ദിവസം അവൾ പുറത്തേക്കിറങ്ങിപ്പോയി എന്തെങ്കിലും ജീവിയെ വേട്ടയാടി അതിനെ ഭക്ഷിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അനയ്ക്കും മനസ്സിലായി തനിക്കെന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അവൾ ക്ലാരയോട് പറയുന്നു. ഞാനൊരുത്തിനെ പ്രണയിച്ചു എന്ന് പറഞ്ഞില്ലേ, അവനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു ബാറിൽ വെച്ചാണ്. അവനെ ഞാൻ സിൻസിയറായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവനോടൊപ്പം പലയിടങ്ങളിലും ഞാൻ കറങ്ങാൻ പോയിരുന്നു. ഒരു ദിവസം പൗർണമി ദിവസം രാത്രി ഒരു കാട്ടിൽ ചെന്ന് ഞങ്ങൾ ശരീരം പങ്കുവെച്ചു. അതിന്റെ ആലസ്യത്തിൽ ഞാൻ മയങ്ങിപ്പോയി. പിന്നീട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അവനെ അവിടെയെങ്ങും കണ്ടില്ല. മാത്രവുമല്ല ആ കാറിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. ഞാൻ അവിടെയെല്ലാം അവനെ തിരഞ്ഞു, പക്ഷെ എനിക്കവനെ കാണാൻ സാധിച്ചില്ല. പക്ഷെ ആ സമയത്ത് ഒരു ചെന്നായ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷമാണ് അവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. തുടർന്ന് അവനെ അന്വേഷിച്ച് അവൻ തന്ന അഡ്രസ്സിലെല്ലാം ഞാൻ പോയി അന്വേഷിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കും അവനെപ്പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അതോടെ അവൻ എന്നെ ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടാണ് ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഉടക്കി ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അന ക്ലാരയോട് പറയുന്നു. ഈ കഥ കേട്ട ക്ലാര അനയെ സമാധാനിപ്പിക്കുന്നു.
അങ്ങനെ നാളുകൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രി നമ്മുടെ അനയ്ക്ക് പ്രസവവേദന വരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ് അന അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലാര ഉടനെ തന്നെ ഓടിച്ചെന്ന് ഡോക്ടറെ ഫോൺ വിളിക്കുന്നു. ഞാൻ എത്തിച്ചേരാൻ കുറച്ച് നേരം വൈകുമെന്നും അതുവരെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണമെന്നും ഡോക്ടർ ക്ലാരയോട് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും അനയുടെ കരച്ചിൽ നിലച്ചു. എന്താണ് സംഭവമെന്ന് അറിയാൻ ക്ലാര ഓടി മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും അന മരിച്ചിരുന്നു. അവളുടെ വയറ് പിളർന്നുകൊണ്ട് ഒരു വികൃത രൂപം പുറത്തു വന്നിരിക്കുകയാണ്. ആ കുഞ്ഞിനെ കണ്ടാൽ തന്നെ അറിയാം അതൊരു മനുഷ്യക്കുഞ്ഞല്ല. ഫ്ലാഷ് ബാക്കിൽ അന പറഞ്ഞ സമയത്ത് ഒരു ചെന്നായയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതാണ് എന്തോ പരിപാടി കാണിച്ചതെന്ന് തോന്നുന്നു. അതോടുകൂടി ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടി ക്ലാര ഓടിച്ചെന്ന് ഗണ്ണെടുത്ത് വരുന്നു. പക്ഷെ അവൾക്ക് അതിനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ പാവം ക്ലാര കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെയും എടുത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പോകുന്ന വഴിയിൽ അവൾ ആ കുഞ്ഞിനെ വഴിയോരത്ത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവളുടെ മനസ്സ് അതിനും അനുവദിച്ചില്ല. അവൾ ആ കുഞ്ഞിനെയും എടുത്ത് അവൾ മുൻപ് താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് പോകുന്നു. ആ വീടിന്റെ ഓണർ ഇതേതാണ് ഈ കുഞ്ഞ് എന്ന് ചോദിച്ചപ്പോൾ എന്റെ കൂട്ടുകാരിയുടെ കുഞ്ഞാണെന്നും ഇതിനെ പ്രസവിച്ച ഉടനെ തന്നെ അവൾ മരിച്ചുപോയെന്നും ഇനി മുതൽ ഞാനാണ് ഇവന്റെ അമ്മ എന്നും ഒരു കാരണവശാലും അവന്റെ യഥാർത്ഥ അമ്മയെക്കുറിച്ച് അവനോട് ചോദിക്കരുത് എന്നുമൊക്കെ ക്ലാര ആ സ്ത്രീയോട് പറയുന്നു. വീടിനുള്ളിലേക്ക് എത്തിയതും ആ കുഞ്ഞ് രക്തത്തിനു വേണ്ടി കരയാൻ തുടങ്ങി. ക്ലാരയാവട്ടെ അവളുടെ രക്തം തന്നെ ആ കുഞ്ഞിനു വേണ്ടി നൽകുന്നു. നമ്മുടെ അനയുടെ ആശ പോലെ തന്നെ ക്ലാര ആ കുഞ്ഞിന് ജോയൽ എന്ന പേരിട്ട് തന്നെ വളർത്തുന്നു. ജോയൽ വളർന്ന് ചെന്നായിക്കുട്ടിയായിരുന്ന അവൻ ഇപ്പോൾ ഒരു മനുഷ്യക്കുട്ടിയായി തന്നെ മാറിയിരിക്കുകയാണ്. നമ്മുടെ ക്ലാര നഴ്സിംഗ് ജോലിയൊക്കെ ചെയ്ത് അവനെ നല്ല രീതിയിൽ വളർത്തുന്നു. ചോരക്കൊതിയനായ ഒരു ചെന്നായയാണ് അവനുള്ളിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലാര അവന് നോൺ വെജ് കൊടുക്കാറേ ഉണ്ടായിരുന്നില്ല. ഏതൊരവസരത്തിലും ആരുടെ കയ്യിൽ നിന്നും നോൺ വെജ് കഴിക്കരുതെന്നും പറഞ്ഞ് അവന് എപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രമാണ് ക്ലാര കൊടുത്തിരുന്നത്. സ്കൂളിൽ കൂട്ടുകാരൊക്കെ നോൺ വെജ് കഴിക്കുമ്പോഴും നമ്മുടെ പുള്ളിക്കാരൻ എപ്പോഴും വെജിറ്റേറിയൻ ആണ്. അങ്ങനെയിരിക്കെ നമ്മുടെ ജോയലിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അന്നേ ദിവസം ഒരു പൗർണമി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാര അവനെ ഒരു മുറിയിലേക്ക് കൊണ്ടുചെന്ന് കൈകൾ രണ്ടും ചങ്ങലയാൽ ബന്ധിക്കുന്നു. കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജോയല് അതിന് ഒരു എതിർപ്പും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ക്ലാര വന്ന് ജോയലിന് വളർന്നു വന്നിരിക്കുന്ന കൂർത്ത നഖങ്ങളെല്ലാം വെട്ടിമാറ്റുന്നു. മാത്രവുമല്ല അവന്റെ ദേഹം ആ സകലം ചെന്നായിയെ പോലെ രോമം വളർന്നിരുന്നു. ക്ലാര അതെല്ലാം ഷേവ് ചെയ്ത് കളയുന്നു. അങ്ങനെ ജോയൽ വീണ്ടും മനുഷ്യക്കുട്ടിയായി. എന്തൊക്കെ പറഞ്ഞാലും അവനിപ്പോ കാണാൻ മനുഷ്യക്കുട്ടിയാണെങ്കിലും പൗർണമി ദിവസങ്ങളിൽ അവൻ ചെന്നായിയായി മാറും. അതുകൊണ്ടാണ് ക്ലാര അവനെ ആ ദിവസങ്ങളിൽ ചങ്ങലയിൽ കെട്ടിവെക്കുന്നത്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ക്ലാരയുടെയും ജോയലിന്റെയും ജീവിതം നന്നായി മുന്നോട്ടു പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ ക്ലാരയ്ക്ക് ജോലിയുടെ ആവശ്യവുമായി 2 ദിവസം വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജോയലിനെ ക്ലാര വീട്ടുടമയായ ആ അമ്മൂമ്മയുടെ കൂടെ നിർത്തുന്നു. ആ അമ്മൂമ്മ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ജോയലിന് നോൺ വെജ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കുന്നു. പുള്ളിക്കാരിക്ക് ഈ വെജിന്റെ കാര്യം അറിയില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചെയ്തത്. നമ്മുടെ ജോയലിന് ഈ നോൺ വെജിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ആർത്തിയോടെ അത് കടിച്ച് പറിച്ച് കഴിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ജോയല് ആ വീട്ടിലെ മുറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ അവന് അനയുടെ ഫോട്ടോ ലഭിക്കുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ക്ലാര ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നു. ദേഷ്യം കൊണ്ട് വരച്ച ജോയല്, ഈ ഫോട്ടോയിലുള്ളതാരാ? നിങ്ങൾ എന്റെ അമ്മയല്ല അല്ലേ? എന്നോട് ഇത്രയും കാലം നുണ പറഞ്ഞതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ക്ലാരയോട് ദേഷ്യപ്പെടുന്നു. ഇതാണ് നിന്റെ യഥാർത്ഥ അമ്മ. പക്ഷെ നീ ജനിച്ച ഉടനെ തന്നെ എന്റെ കൂട്ടുകാരി മരിച്ചു. അതല്ലാതെ എനിക്ക് മറ്റൊരു കാര്യവും അറിയില്ല എന്ന് പറഞ്ഞ് ക്ലാര അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്ക്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം, എനിക്കിവിടെ നിൽക്കണ്ട എന്ന് ജോയൽ വീണ്ടും ഒച്ചയുണ്ടാക്കുന്നു. നിന്റെ അച്ഛൻ ആരാണെന്ന് നിന്റെ അമ്മ പോലും എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറഞ്ഞു തരേണ്ടത് എന്ന് ക്ലാര നിസ്സഹായാവസ്ഥയിൽ അവനോട് പറയുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ജോയലിനെ സമാധാനിപ്പിക്കാൻ അവൾക്ക് സാധിച്ചില്ല. ജോയലാവട്ടെ ദേഷ്യത്തോടെ ക്ലാരയുടെ കൈ മാന്തി കീറിയിട്ട് അടുത്ത മുറിയിലേക്ക് പോകുന്നു. ഇതെന്താ പറ്റിയത്? ഇത്രയും കാലം എന്റെ മകനില്ലാത്ത ഈ മൃഗസ്വഭാവം ഇപ്പൊ എങ്ങനെ വന്നു എന്ന് ക്ലാരയ്ക്ക് സംശയമുണ്ടാവുന്നു. ഉടനെ തന്നെ അവൾ ആ അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് കഴിഞ്ഞ 2 ദിവസം ഇവൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്ത് ചെയ്യാൻ, അവൻ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി വെച്ച് കൊടുത്തിരുന്നു, അവനത് വളരെ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു എന്ന് അമ്മൂമ്മ ക്ലാരയോട് പറയുന്നു. അതോടെ ഈ കിഴവി ചിക്കൻ കറി വെച്ചു കൊടുത്തത് കൊണ്ടാണ് അവനിപ്പോ ചെന്നായിയെ പോലെ ബിഹേവ് ചെയ്യുന്നതെന്ന് ക്ലാരയ്ക്ക് മനസ്സിലാവുന്നു. പാവം അവക്ക് വല്ലാതെ വിഷമമാവുന്നു. അങ്ങനെ അടുത്ത ദിവസമാവുന്നു. സ്കൂളിലെത്തിയ ജോയൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഒരു ഇച്ചിരി തടിച്ച പയ്യനോട് വാ നമുക്ക് എന്റെ അച്ഛനെ തേടി പോവാമെന്നും പറഞ്ഞ് വിളിക്കുന്നു. ആ കൂട്ടുകാരനല്ലേ വിളിക്കുന്നത്. പോവാമെന്ന് കരുതി അവനും ജോയലിന്റെ കൂടെ പോകുന്നു. അങ്ങനെ സ്കൂൾ വിട്ടതിന് ശേഷം 2 പേരും കൂടി ഒരു മാളിലേക്ക് പോകുന്നു.
സ്കൂളിലേക്ക് പോയവനെ ഏറെ നേരമായിട്ടും കാണാതായപ്പോൾ നമ്മുടെ ക്ലാരയ്ക്ക് ആകെ ടെൻഷനായി. ക്ലാര ഉടനെ തന്നെ ജോയലിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലും അവന്റെ ക്ലാസ്മേറ്റ്സിന്റെ വീട്ടിലും ഒക്കെ പോയി അന്വേഷിക്കുന്നു. എവിടെയും അവനെ കണ്ടെത്താനായില്ല. അവസാനം വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഹൗസ് ഓണറും ക്ലാരയുടെ ഒരു ഫ്രണ്ടും പറയും നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന്. പക്ഷേ പോലീസുകാർ വന്നാല് ആകെ പ്രശ്നമാവും. ഇവൻ ചെന്നായിയാണെന്നുള്ള കാര്യമൊക്കെ അവർ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ ക്ലാര തയ്യാറായില്ല. കുറച്ചു നേരം കൂടി നമുക്ക് കാത്തിരിക്കാം, അപ്പോഴേക്കും അവനിങ്ങ് വന്നേക്കുമെന്ന് അവൾ മറ്റുള്ളവരോട് പറയുന്നു. ഇതേസമയം മറുവശത്ത് നമ്മുടെ ജോയലും അവന്റെ കൂട്ടുകാരനും ആ മാളിൽ കുടുങ്ങിപ്പോകുന്നു. സമയം ഇരുട്ടിയിരിക്കുന്നു. അന്ന് പൗർണമി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയൽ ചെന്നായിയായി മാറാൻ തുടങ്ങി. ഇത് കണ്ട് ഞെട്ടിവിറച്ച കൂട്ടുകാരൻ പയ്യൻ അയ്യയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞിട്ട് ജീവനും കയ്യിൽ പിടിച്ച് അവിടെ നിന്നും ഓടി ലിഫ്റ്റിലേക്ക് കയറുന്നു. അവന്റെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പൂർണ്ണമായും ഒരു ചെന്നായിയായി മാറിയ ജോയൽ ആ ലിഫ്റ്റിലേക്ക് ചാടി കയറി ആ പയ്യനെ കടിച്ച് കീറി കൊല്ലുന്നു. അതിനുശേഷം ജോയൽ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവന്റെ ശരീരമാസകലം രോമം വളർന്നിരിക്കുന്നത് കണ്ട് ഹൗസ് ഓണർ അവനെന്തോ ബാധ കയറിയിരിക്കുകയാണെന്ന് കരുതി മന്ത്രവാദിയെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ക്ലാര അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷെ പുള്ളിക്കാരി അതൊന്നും കേൾക്കാതെ മന്ത്രവാദിയെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. അതോടെ ക്ലാരയ്ക്ക് ദേഷ്യം വരും. ഇനി എങ്ങാനും മന്ത്രവാദിയോ മറ്റാൾക്കാരോ വന്നു കഴിഞ്ഞാൽ എന്റെ ജോയല് ഒരു ചെന്നായയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി അവനെ തല്ലിക്കൊല്ലും. അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ക്ലാര ആ അമ്മൂമ്മയെ അടിച്ച് ബോധം കെടുത്തുന്നു. തുടർന്ന് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ക്ലാര ഡ്രസ്സുകളും മറ്റും എടുത്തു വയ്ക്കുകയാണ്. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. അതോടെ ജോയൽ പൂർണ്ണമായും മനുഷ്യനായി മാറി. അവൻ വന്നിട്ട് ക്ലാരയോട് പറയും എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നും പറഞ്ഞ് ക്ലാരയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എന്റെ കൂടെ വന്നേ മതിയാവൂ എന്ന് ക്ലാരയും അവനോട് പറയുന്നു. ഇല്ല, ഞാൻ വരൂല എന്ന് പറഞ്ഞല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചുകൊണ്ട് ജോയൽ അവിടെ നിന്നും എഴുന്നേറ്റ് മറ്റൊരു മുറിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോയൽ. കുറച്ചു നേരം ശ്രമിച്ചിട്ടും അവന് പറ്റാതെ വന്നു. ഉടനെ തന്നെ അവൻ ക്ലാരയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ക്ലാര വന്ന് അത് ശരിയാക്കുന്നതിനിടയിൽ ജോയൽ വേഗം ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അതിന്റെ വാതിലും അടച്ച് അവിടെ നിന്നും നേരെ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലെത്തിയപ്പോഴോ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ഉരുണ്ട ചെക്കനെ കാണാനില്ല. ഇവൻ തന്നെയാണ് അത് കടിച്ചു പറിച്ച് തിന്നത്. പക്ഷേ അത് നമ്മുടെ ജോയലിന് ഓർമ്മയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പയ്യൻ എന്ത് പറ്റിയെന്നറിയാതെ ആകെ വിഷമിച്ച് ശങ്കിച്ച് ദുഃഖിച്ചിരിക്കുകയാണ് നമ്മുടെ ജോയൽ. ആ സമയത്ത് അവന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്ന് എന്റെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടെന്നും നീ എന്തായാലും വരണമെന്നും അവൾ ജോയലിനോട് പറയുന്നു. ശരി, ഞാൻ ഉറപ്പായിട്ടും വരാമെന്നും പറഞ്ഞ് ജോയൽ ആ പാർട്ടിക്ക് പോകുന്നു. അങ്ങനെ രാത്രിയായി. ഒന്നും പറയാതെ ക്ലാര ജോലിക്ക് വരാതിരുന്നതുകൊണ്ട് അവളുടെ കൂട്ടുകാരി അവളെ കാണുന്നതിനായി വീട്ടിലേക്ക് വരുന്നു. പുറത്തൊന്നും ആളെ കാണാത്തതിനാൽ പുള്ളിക്കാരി അകത്തേക്ക് കയറി നോക്കിയപ്പോഴാണ് അടഞ്ഞുകിടക്കുന്ന മുറിയിൽ നിന്നും ക്ലാര വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ വേഗത്തിൽ പോയി ക്ലാരയെ ആ മുറിയിൽ നിന്നും തുറന്നുവിടുന്നു. ക്ലാര പുറത്തേക്ക് വന്നതും ആ സ്ത്രീക്ക് ഒരു നന്ദി പറഞ്ഞ് അനയുടെ പഴയ തോക്കുമെടുത്ത് ജോയലിനെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങുന്നു. ഇതേസമയം ജോയലാകട്ടെ തന്റെ ക്ലാസ്മേറ്റ്സിനോടൊപ്പം ആ പാർട്ടിയിൽ കളിച്ച് ചിരിച്ച് രസിക്കുകയാണ്. അതിനിടയിൽ ജോയൽ ചെന്നായിയായി മാറാൻ തുടങ്ങി. അതെങ്ങനെ? പൗർണമി ഇന്നലെ കഴിഞ്ഞതല്ലേ? ശരിക്കും പൗർണമി കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി ആരംഭിച്ച് ഇന്ന് രാത്രിയുടെ പകുതി വരെ പൗർണമി തന്നെയാണ്. അതുകൊണ്ടാണ് ജോയൽ ഇപ്പോൾ ചെന്നായിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ജോയലിന്റെ ആ രൂപം കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് ആ പെൺകുട്ടി. അപ്പോഴേക്കും പൂർണ്ണമായും ചെന്നായിയായി മാറിയ ജോയൽ ആ പെൺകുട്ടിയെ കട്ടിച്ചു പറിക്കാനായി ചാടിയെടുക്കുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും നമ്മുടെ ക്ലാര അങ്ങോട്ടേക്ക് എത്തുകയും ഗണ്ണ് ഉപയോഗിച്ച് ജോയലിന്റെ കാലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് വേഗം തന്നെ അവനെയും എടുത്ത് അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു. ജോയലിന്റെ ചെന്നായ രൂപം കണ്ട് പേടിച്ചു വിറച്ച ആ പെൺകുട്ടി പാർട്ടിക്കിടയിലേക്ക് ഓടിച്ചെന്ന് ആ വിവരം എല്ലാവരോടും പറയുന്നു. അതോടുകൂടി എല്ലാവരും കൂടി വടിയും കൗലുമൊക്കെ എടുത്ത് ജോയലിനെ കൊല്ലുന്നതിനു വേണ്ടി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇതേസമയം മറുവശത്ത് ക്ലാര ജോയലിന്റെ കാലിൽ നിന്നും ബുള്ളറ്റെല്ലാം എടുത്ത് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നു. അവനെ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടാണുള്ളത്. ശേഷം താരാട്ടൊക്കെ പാടി അതിനെ ശാന്തമാക്കുന്നു. അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ആ വീടിന് മുന്നിലേക്ക് ഓടിയെത്തി ജോയലിനെ കൊല്ലുന്നതിന് വേണ്ടി ആ വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് ക്ലാര. ക്രൂരനായ ചെന്നായിയായി ജീവിച്ചാൽ മാത്രമേ ജോയലിന് ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ക്ലാര ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഭയന്നുകൊണ്ടാണെങ്കിലും അവനെ കെട്ടിയിരുന്ന ചങ്ങല അഴിച്ചു മാറ്റുന്നു. പക്ഷെ ജോയൽ അവളെ ആക്രമിച്ചില്ല. അവളോടൊപ്പം കൈകോർത്ത് നാട്ടുകാരെ ആക്രമിക്കുന്നതിനു വേണ്ടി അവർ രണ്ടുപേരും തയ്യാറായി നിൽക്കുന്നു. ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ സെക്കൻഡ് പാർട്ടിൽ പറയാനായിരിക്കാം സംവിധായകൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ 2017 പുറത്തിറങ്ങിയ ഈ സിനിമയ്ക്ക് ഇതുവരെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രംഗത്തോടുകൂടി ഈ സിനിമയും കഥയും അവസാനിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ബാക്കിയുള്ളത് നമ്മുടെ ചിന്തയ്ക്ക് വിട്ടിരിക്കുകയാണ് സംവിധായകൻ. അപ്പോൾ ഇതിന് ബാക്കി എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് നിങ്ങൾക്കൊരു കഥയുണ്ടാവുമല്ലോ. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ സംഭവിക്കാം, അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് താഴെ കമന്റായി രേഖപ്പെടുത്തുക.